ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ ഹ്യൂമാനിസം ആൻഡ് ലോജിക്കിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ റീക്യാപ്പാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് നോക്കാം. നോൺ വയലൻസ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സോഷ്യൽ അസോസിയേഷൻ. അഹിംസ സാമൂഹ്യ ബന്ധത്തിൻ്റെ ഒരു നിർണായക ഘടകമാണ് എന്നാണ് പറയുന്നത്. അഹിംസ. അതുപോലെ all people are expected to acclaim the manhood. എല്ലാ മനുഷ്യരും മനുഷ്യത്വത്തെ പ്രകീർത്തിക്കാൻ പ്രതീക്ഷിക്കുന്ന എന്നാണ്. അതുപോലെ മഹാത്മാഗാന്ധി റിലേറ്റഡ് ഹ്യൂമാനിസം വിത്ത് എൻവയോൺമെൻറ്റ് ആസ്പെക്ട്സ്. മഹാത്മാഗാന്ധി മാനവികതയെ പാരിസ്ഥിതിക വശവുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ദ മാൻ ഈസ് പാർട്ട് ഓഫ് ദ നാച്ചർ ബട്ട് എ സെയിം ടൈം ഗാർഡിയൻ ആൻഡ് ദ ട്രസ്റ്റീസ് ഓഫ് ദ എർത്ത്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നും എന്നാൽ അതേസമയം ഭൂമിയുടെ സംരക്ഷണം വിശ്വസ്തമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ദ വേൾഡ് ഹാസ് എ ഇനഫ് ടു ഫോർ എവരി ഓൺ ഈസ് നീഡ് ബട്ട് നോട്ട് എനഫ് ഫോർ മീ. ലോകത്തെല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള എത്രയും ഉണ്ട്, എന്നാൽ ഒരു വ്യക്തിയുടെ അത്യാഗ്രഹത്തിന് മതിയായത് ഇല്ല ഭൂമിയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗാന്ധിയൻ ഫിലോസഫി മാനിഫെസ്റ്റഡ് ഇൻ സത്യാഗ്രഹ, അഹിംസ, ഗ്രാമസ്വരാജ്, ട്രസ്റ്റിഷിപ്പ്, ദ സർവോദയ എക്സെട്ര. ഗാന്ധിയൻ തത്വചിന്തകളും സത്യാഗ്രഹവും ഗ്രാമസ്വരാജും ട്രസ്റ്റിഷിപ്പും സർവോദയ തുടങ്ങിയവയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാം പ്രകടമായിരുന്നു ഗാന്ധിയൻ ചിന്തകൾ. ഗാന്ധി പ്രോപ്പർട്ടി ഓഫ് പീപ്പിൾ ഈസ് ദ റിസൾട്ട് ഓഫ് വയലൻസ് ബൈ ഗ്രീഡി. ഗാന്ധി ആളുകളുടെ ദാരിദ്ര്യം അത്യാഗ്രഹത്തിൻ്റെ ഉള്ള ആക്രമണത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞു. ഗാന്ധിയൻ വ്യൂ ഓഫ് ദ ഹ്യൂമാനിസം 3 പ്രിൻസിപ്പിൾ അഡോപ്റ്റ് സിംഗിൾ ലൈഫ്, എൻകറേജ് സ്മാൾ സ്കെയിൽ പ്രൊഡക്ഷൻ, അഡോപ്റ്റ് ട്രസ്റ്റിഷിപ്പ് ആൻഡ് പ്രാക്ടീസ്. മാനവികതയെക്കുറിച്ചുള്ള ഗാന്ധിയൻ കാഴ്ചപ്പാടുകൾ 3 തത്വങ്ങൾക്ക്: ലളിതമായ ജീവിതം സ്വീകരിക്കുക, ചെറുകിട ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, ട്രസ്റ്റിഷിപ്പ് സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. ദ ഹെൻറി ഡേവിഡ് തെറോ ബിലീവ്ഡ് എർത്ത് ഹാസ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. ഭൂമിക്ക് അതിൻ്റേതായ ജീവനുണ്ടെന്നാണ് ഹെൻറി ഡേവിഡ് തെറോ പറഞ്ഞത്. ആൾ തിങ്സ് ഇൻ നാച്ചർ ആർ ഹാർമോണിയസ്ലി ഇന്റർറിലേറ്റഡ്. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം യോജിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നു. വി ക്യാൻ മേക്ക് ഹെവൻ ഓർ ഹെൽ ഔട്ട് ഓഫ് നാച്ചർ. പ്രകൃതിയിൽ നിന്ന് സ്വർഗമോ നരകമോ ഉണ്ടാക്കാം എന്ന് പറയുന്നു. ലേൺ ടു മേക്ക് ഓൺലി വാട്ട് വി നീഡ്. ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ പഠിക്കുക. സെൽഫ് റിയലൈസേഷൻ ദ അൾട്ടിമേറ്റ് ഗുഡ്. ആത്മസാക്ഷാത്കാരം ആത്യന്തികമായ നന്മയാണ്. ബയോസെൻട്രിക് ഇക്വാളിറ്റി റെക്കഗ്നൈസ് ദ ഇക്വാളിറ്റി എമോങ് ആൾ ബയോസെൻട്രിക് ഗ്രൂപ്പിംഗ്. ജൈവകേന്ദ്രീകൃത സമത്വം എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഉണ്ട്, അത് സമത്വം അംഗീകരിക്കണം. ഡീപ്പ് ഇക്കോളജി, സോഷ്യൽ മൂവ്മെൻറ്റ്, വെൽ ബീയിങ് ഓഫ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ലൈഫ് ഓൺ എർത്ത്. ആഴത്തിലുള്ള പരിസ്ഥിതി സാമൂഹ്യ പ്രസ്ഥാനം മനുഷ്യ ജീവിതത്തിൻ്റെയും ക്ഷേമം ഭൂമിയിലാണ്. റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി, സമ്പത്തും വൈവിധ്യവും. അതുപോലെ ഫ്ലറിഷിംഗ് ഹ്യൂമൻ ലൈഫ് ഈസ് എ കോമ്പറ്റബിൾ വിത്ത് എ ഡിഗ്രീസ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഫ്ലറിഷിംഗ് ഓഫ് നോൺ ഹ്യൂമൻ ലൈഫ് റിക്വയർഡ് സച്ച് ഡിഗ്രീസ്. മനുഷ്യജീവിതത്തിൽ അഭിവൃദ്ധി കുറഞ്ഞ സംതൃപ്തിയുമായി മത്സരാധിഷ്ഠിതമാണ്. മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് അത്തരം കാര്യങ്ങൾ ആവശ്യവുമാണ്. ഷോളോ എക്കോളജി ഫോക്കസ് ഹ്യൂമൻ വെൽ ബീയിങ്. ആഴം കുറഞ്ഞ പരിസ്ഥിതി ശാസ്ത്രം മനുഷ്യൻ്റെ ക്ഷേമത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡീപ്പ് ഇക്കോളജി ഈസ് ബയോസെൻട്രിക് ആൻഡ് ആൻറ്റി ആന്ത്രോപോസെൻട്രിക്. ആഴത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രം ജൈവ കേന്ദ്രീകൃതവും മനുഷ്യ കേന്ദ്രീകൃതവും അല്ലാത്തതുമാണ്. അടുത്ത ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ: വൈ ഡസ് ഹ്യൂമൻ സോഷ്യൽ ഗ്രൂപ്പ്സ് പ്രാക്ടീസ് നോൺ വയലൻസ്? അഹിംസയെ പരിശീലിപ്പിക്കുമ്പോൾ മനുഷ്യൻ എന്താണ്
ഉള്ളതെന്നുള്ളതാണ്. എന്താണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ, മനുഷ്യൻ പ്രവർത്തിക്കുന്നത്? അഹിംസയെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അഹിംസ എന്ന ആ സോഷ്യൽ ഗ്രൂപ്പ്സിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ പരിശീലിക്കുമ്പോൾ, നോൺ വയലൻസ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ ദ ഇൻറ്റിഗ്രേഷൻ ഓഫ് സൊസൈറ്റി. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, വൈ ഡസ് എ ഹ്യൂമൻ സോഷ്യൽ ഗ്രൂപ്പ് പ്രാക്ടീസ് നോൺ വയലൻസ്? എന്തുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരെ നമ്മുടെ സോഷ്യൽ എന്ത് വേണം, നോൺ വയലൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്? നോൺ വയലൻസ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ ദ ഇൻറ്റിഗ്രേഷൻ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ സംയോജനമാണ് നോൺ വയലൻസ് നമുക്ക് ക്രിട്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. നോൺ വയലൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് സൊസൈറ്റിയുടെ ഒരു സംയോജനത്തിൻ്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഹൂ വെയർ ദ തീർത്ഥാങ്കര? തീർത്ഥാങ്കരൻ ആരായെന്ന് ചോദിച്ചാൽ എന്താണ്, ജൈന മതത്തിൻ്റെ ടീച്ചർ ആയിരുന്നു എന്ന് ആണ് ആൻസർ. അതുപോലെ ഹൗ മെനി തീർത്ഥാങ്കര വെയർ ദെയർ ഫോർ ദ ജെയിൻ റിലീജിയൻ? ജെയിൻ റിലീജിയനിൽ എത്ര തീർത്ഥാങ്കരന്മാരുണ്ടായിരുന്നു? 24, 24 പേരുണ്ടായിരുന്നു. ഹു വാസ് ദ ഫസ്റ്റ് തീർത്ഥാങ്കര? ആദ്യത്തെ തീർത്ഥാങ്കരൻ ഋഷഭ ദേവ ആയിരുന്നു. അടുത്തത് ഹു വാസ് ദ ലാസ്റ്റ് തീർത്ഥാങ്കര? അവസാനത്തെ തീർത്ഥാങ്കരൻ വർത്തമാന മഹാവീരയായിരുന്നു. വൈ ഡസ് ദ ജെയിൻ കവർ ദെയർ ഓൺ നോസ് വിത്ത് എ നെറ്റ് ലൈക്ക് ക്ലോത്ത്? എന്തുകൊണ്ടാണ് ഈ ജൈനന്മാർ അവരുടെ മൂക്കുകൾ ചെറിയ വല കൊണ്ട് മൂടിയിരുന്നത് എന്നാണ് പറയുന്നത്? ടു അവോയ്ഡ് സ്മാൾ ക്രിയേച്ചർ ആക്സിഡൻ്റലി ബീങ് ഇൻഹെൽഡ് ത്രൂ നോസ്. അബദ്ധത്തിൽ അങ്ങനെ മൂക്കിലൂടെ ചെറിയ ജീവികളെ ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ആയിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു ദ ജെയിൻ അവോയ്ഡ് ഡിന്നർ ആഫ്റ്റർ ലൈറ്റിംഗ് ദ ലാമ്പ് ഇൻ ദ ഹൗസ്? അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഡിന്നറിന് ലൈറ്റ് കൊളുത്തി കളയുന്നത്? ഡിന്നറിന് ശേഷം അവരെന്ത് ചെയ്യുക, ലൈറ്റ് കൊളുത്തിയതിന് ശേഷം പിന്നെ അവർ ഡിന്നർ കഴിക്കാറില്ല. എന്തുകൊണ്ടാണ്? ടു സേവ് സ്മാൾ ഫ്ലൈസ് ദാറ്റ് മേ ഫാൾ ഇൻ ടു ഫുഡ് ഡ്യൂ ടു ദി ലൈറ്റ് ഓഫ് ലാമ്പ്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ജീവികൾ, ഈച്ചകളൊക്കെ വന്നിരുന്ന് അവർക്കൊരു അവരെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ പറന്ന് വന്ന് ഫുഡിലിരിക്കാതിരിക്കാൻ, അങ്ങനെ അവർക്ക് ആക്സിഡൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് ആർ ദ മേജർ റിലീജിയൻ ദാറ്റ് അഡ്വക്കേറ്റ് ദ നോൺ വയലൻസ്? നോൺ വയലൻസിനെ അവരുടെ ഏത് എല്ലാം മതങ്ങളിലായിരുന്നു നോൺ വയലൻസിനെ എന്ത് ചെയ്തത്, നോൺ വയലൻസിനെ ഫോളോ ചെയ്ത് കൊണ്ടുവന്നു? അതൊരു മേജർ, എല്ലാ മതങ്ങളുടെയും ഒരു മേജർ പാർട്ടായിട്ട് കണ്ടത് ഏതിലായിരുന്നു നോൺ വയലൻസിന് പ്രാധാന്യം കൊടുത്തത്? അത് ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം, എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നോൺ വയലൻസ് തന്നെയാണ് പ്രാധാന്യം കൊടുത്തത്. വാട്ട് ഈസ് ഇക്വാളിറ്റി മീൻസ്? ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇക്വാലൻസ് ആണ്, തുല്യതയാണ്, എല്ലാ ബന്ധങ്ങൾക്കും തുല്യതയാണ്. ഇക്വാലിറ്റി ഉണ്ട് മീൻ ചെയ്യുന്നത്. ഇക്വാലൻസ് ഇൻ ദ റിലേഷൻഷിപ്പ്. Does equality implies the sameness? Does equality imply sameness? No. The distribution justice denote the distribution of the resource equality. Who wrote the theory of justice? ഇങ്ങനെയുള്ള തിയറി പറഞ്ഞത് ആരാണ്? നീതിയെ നമ്മൾ വിതരണം ചെയ്യുന്നു, പക്ഷേ നീതിയുടെ റിസോഴ്സിനെ നമ്മൾ സമത്വം കൊടുക്കുന്നില്ല. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂട്ടിംഗ് the justice denote distribution of resource equally. Who what a theory of justice? നീതി വിവരണം എന്നത് വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഒരു നീതിശാസ്ത്ര സിദ്ധാന്തം എഴുതിയത് ആര്? നീതി വിതരണം എന്നത് വിതരണത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള നീതിശാസ്ത്രം എഴുതിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആ നീതിശാസ്ത്രം എഴുതിയത് ജോൺ റൗളാണ്. ജോൺ റൗൾ. What is the major focus in the theory justice of John Rawls? അദ്ദേഹത്തിൻ്റെ തിയറിയുടെ മെയിൻ ഫോക്കസ് എന്താണ്? ഇറ്റ് ഇഗ്നർ സോഷ്യൽ, സമൂഹത്തിൻ്റെ അറിവില്ലായ്മ, എക്കണോമിക് ആൻഡ് ഫിസിക്കൽ ഡിഫറൻസ് എമോങ് പീപ്പിൾ. അപ്പോൾ അത് അവരുടെ സാമ്പത്തികമായിട്ട് അതിൻ്റെ ഫിസിക്കൽ ഭൗതികമായിട്ടുള്ള ഭിന്നീകരണത്തിനാണ് ഇത്, ജനങ്ങളിലുള്ള ഭൗതികമായിട്ടുള്ള ഭിന്നീകരണത്തിനാണ് അത് കാരണമാകുന്നത്. അത് അവരുടെ സോഷ്യൽ ഇഗ്നർ സോഷ്യലാണ്. What was the major emphasis of the Amartya Sen on equality? അമർത്യ സെൻ എന്താണ്? ഇതിൻ്റെ മേജർ എംബസൈസ് എന്തായിരുന്നു അമർത്യ സെനിൻ്റെ? ഈക്വൽ ചാൻസ് ഫോർ ഓട്ടോണമി ആൻഡ് എംപവർമെൻറ്റ്, സ്വയം ഭരണ അവകാശവും ശാക്തീകരണവുമാണ് അമർത്യ സെനിൻ്റേത്.
ഹൂ ഈസ് ദ ഓദർ ഓഫ് ദി ഒരു മനുഷ്യ. വാട്ട് വാസ് ദ ഫോക്കസ് ഓഫ് റിൻസേഴ്സ് ഓൺ ദ ഇക്വാളിറ്റി? റിൻസേഴ്സ് ഇക്വാളിറ്റിയുടെ ഫോക്കസ് എന്താണ്? എവരി വൺ ഈസ് ഈക്വൽ ഓഫ് എവരി വൺ എൽസ്. എല്ലായിടത്തും തുല്യത വേണം, എല്ലായിടത്തും തുല്യതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹൂ റോട്ട് ദ ഓദർ ഓഫ് ദി ഒരു മനുഷ്യ? ഒരു മനുഷ്യൻ്റെ ഓദർ എല്ലാവർക്കും അറിയാം, വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലേ. ഹൂ റോട്ട് ദ ജാതി നിർണയം? ജാതി നിർണയം ആരാണ്? എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ വേർ ഡസ് ദ ജാതി ലക്ഷണ ഫിഗർ? ജാതി ലക്ഷണയുടെ ഫിഗർ ജാതി നിർണയമാണ് ജാതി ലക്ഷണയുടെ ഫിഗർ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്രൊപ്പോസ് ഓൺലൈൻ എൻവയോൺമെന്റൽ എത്തിക് ഫോർ ദ ഗാന്ധിയൻ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമാനിസം? ഏകരേഖ പരിസ്ഥിതി ധാർമ്മികതയുടെ മാനവികത എന്ന് വെച്ചാൽ സങ്കല്പം മുന്നോട്ട് വെച്ചത് എന്താണെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ രാമചന്ദ്ര ഗുഹായാണ്. 19, who open poverty of people is the result of violence by greedy? എന്താണ് ദാരിദ്ര്യം മനുഷ്യന് കൊണ്ടുവരാൻ എന്താണ് കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത്. വയലൻസ് ബൈ ഗ്രീഡി. ഇങ്ങനെയുള്ള വയലൻസുകൾക്ക് ദാരിദ്ര്യം കൊണ്ടുവരാനുള്ള കാരണം ദാരിദ്ര്യം കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ദുഷ്പ്രവൃത്തി നിറഞ്ഞ വയലൻസുകളായിരുന്നുവെന്ന്, അക്രമസക്തമായ ആക്രമണങ്ങളായിരുന്നുവെന്നും ദുഷ്ചിന്തയോടുള്ള ആക്രമണങ്ങളായിരുന്നു ദാരിദ്ര്യം ജനങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി ആയിരുന്നു അങ്ങനെ പറഞ്ഞത്. വാട്ട് ഡിഡ് ദ തോറോ റെസിറ്റേഴ്സ്? ആരാണ് തോറോ റെസിറ്റേഴ്സ്? ദ നെസസിറ്റി ഫോർ പ്രിസൽ ആൻഡ് ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ് വിത്ത് നാച്ചർ. പ്രകൃതിയോടുള്ള അവൻ്റെ പ്രകൃതിയോട് മനുഷ്യൻ അങ്ങ് നിറവേറ്റുന്ന ആ ബന്ധത്തെയാണ് അങ്ങനെ പറയുന്നത്. ഹൂ കോയിൻ ദ ടേം ഡീപ്പ് ഇക്കോളജി? ഇക്കോളജി എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തത്? അർണേ നാസിയാണ്. വാട്ട് ഈസ് ഇക്കോളജി? എന്താണ് ഇക്കോളജി? ഫിലോസഫി ഓഫ് ഇക്കോളജി, ഹാർമണി ഓർ ഇക്വിലിബ്രിയം? നമ്മുടെ ഇക്കോളജിയുടെ ആവാസ വ്യവസ്ഥയുടെ തത്വം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയമാണ്, സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഒരവസ്ഥയാണ്. വാട്ട് ആർ ദ പ്രൊജക്ഷൻസ് ഓഫ് ഡീപ്പ് ഇക്കോളജി? ഡീപ്പ് ഇക്കോളജിയുടെ പ്രൊജക്ഷൻ എന്താണ്? ആഴത്തിലുള്ള ആ ഇക്കോളജി ആവാസ വ്യവസ്ഥയുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുവെച്ചാൽ നിഗമന പരിസ്ഥിതി ശാസ്ത്രം. സെൽഫ് റിയലൈസേഷൻ ആൻഡ് ബയോസെൻട്രിക് ഇക്വാളിറ്റിയാണ്. സെൽഫ് റിയലൈസേഷനും സ്വയമായിട്ടുള്ള റിയലൈസേഷനും വരുന്നുണ്ട്, ബയോസെൻട്രിക് ഇക്വാളിറ്റിയും വരുന്നുണ്ട്. വാട്ട് ഈസ് ഷാളോ ഇക്കോളജി മൂവ്മെൻറ്റ്? എന്താണ് ഷാളോ ഇക്കോളജി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഡ്രൈവ്സ് ഫോർ മൈൽഡ് റിഫോംസ് ആൻഡ് ഗീവ്സ് പ്രയോറിറ്റീസ് ഓഫ് എ ആന്ത്രോസെൻട്രിക് വാല്യൂ. നേരിയ പരിഷ്കാരങ്ങൾ അല്ലേ, മൈൽഡ് റിഫോംസുകളും പിന്നെന്താണ് നരവംശ കേന്ദ്രീകൃതമായിട്ടുള്ള നേരവശ കേന്ദ്രീകരമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുമാണ് അതിൽ പറയുന്നത്. 2 ഇൻട്രൊഡക്ഷൻ, ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ്. ഇൻട്രൊഡക്ഷൻ എ വെരി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ലോജിക്. അതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൻ്റെ റീക്യാപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അരിസ്റ്റോട്ടിൽ ഈസ് നോൺ ആസ് ദ ഗ്രേറ്റ് ലോജിഷ്യൻ. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ലോജിഷ്യനാണ്, ഒരു തർക്കശാസ്ത്രജ്ഞനാണ്. ദ വേർഡ് ലോജിക് ഈസ് ദ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ലോഗോസ് സജസ്റ്റൻ ഓർ വേർഡ്സ് ഓർ ലാംഗ്വേജ്. എന്താണ് ലോജിക് എന്ന തർക്കശാസ്ത്രം എന്ന ആ വാക്ക് എന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, ലോഗോസ് ആണ്. ലോഗോസ് എന്ന സജഷനിൽ നിന്നാണ് ഈ വേർഡ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. ദ മെനി വേർഡ് ഓഫ് ദ ഗ്രീക്ക് ദ ലോജിഷ്യൻസ് വെയർ പ്രിസർവ്ഡ് ബൈ മുസ്ലിം സ്കോളേഴ്സ് മെയിൻലി ബൈ അൽ ഫറാബി. അപ്പം ഒരുപാട് ഗ്രീക്ക് ലോജിഷ്യന്മാർ ഉണ്ടായിട്ടുണ്ട്. അതിൽ മുസ്ലിം പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ആരാണെന്ന് വെച്ചാൽ അൽ ഫറാബിയാണ്. ലോജിക് ഈസ് ദ സയൻസ് ഓഫ് ദ വേൾഡ് റീസണിങ്, എ സ്റ്റഡി ഓഫ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ ദ ഡിസ്റ്റിങ്വിഷിങ് കറക്റ്റ് ആർഗ്യുമെൻറ്റ് ഫ്രം ദ ഇൻകറക്റ്റ് ആർഗ്യുമെൻറ്റ്സ്. ചിലപ്പോൾ ലോജിക് എന്ന് പറയുന്ന ഒരു സയൻസ് വേൾഡ് റീസണിങ് ആണ്, പക്ഷേ അതിൻ്റെ ആ
പഠനത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് കറക്റ്റ് ആർഗ്യുമെൻറ്റ്സ് വാദങ്ങളിലേക്കും അതിൽ നിന്ന് ഇൻകറക്റ്റ് ആർഗ്യുമെൻറ്റ്സ് വാദങ്ങളിലേക്കും ചെല്ലുന്നു. The Organ is a Aristotle famous book in which the introduced ഡിഡക്റ്റീവ് ലോജിക്. അദ്ദേഹത്തിൻ്റെ അരിസ്റ്റോട്ടലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ ഏതെന്ന് വെച്ചാൽ ഇൻട്രഡക്ഷൻ എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ്ഡ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഡക്റ്റീവ് ലോജിക്കാണ്. ലോജിക് ഈസ് എ കൺസേൺഡ് ദ ആർഗ്യുമെൻറ്റ്സ്. ലോജിക് എപ്പോഴും ഒരു വാദങ്ങളായിരിക്കും എന്നാണ്. ആൻ ആർഗ്യുമെൻറ്റ് ഓർ ദ പ്ലേസ് ഓഫ് റീസണിങ് ഈസ് എ റിലേഷൻസ് ആർഗ്യുമെൻറ്റ്സ് പ്രിമിസസ് ആൻഡ് ദ കൺക്ലൂഷൻസ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സുകളുടെ പീസസ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിനെ എന്തിനുമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു വെച്ചാൽ പ്രിമിസസിനെയും കൺക്ലൂഷനെയാണ് അത് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ദ മാത്തമെറ്റിക്സ് ലോജിക് എയിംസ് അറ്റ് ദ ആക്യുറസി ആൻഡ് പ്രിസിഷൻസ്. ഇത് ഗണിതശാസ്ത്രം പോലെ തന്നെ ലോജിക്കിൻ്റെ എയിമുകൾ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ആക്യുറസി ആൻഡ് പ്രിസിഷനാണ്. അതെല്ലാം എന്താണ്? ആക്യുറസി കറക്റ്റ് ആയിരിക്കും. The traditional logic is concerned with the both form and the matters of thought, where symbolic logic is a purely the formal in nature. അപ്പോൾ ട്രഡീഷണൽ ലോജിക്ക് എന്താണ് എന്താണ് ട്രഡീഷണൽ ലോജിക്കും അതിൻ്റെ മാറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സിംബോളിക് ലോജിക് ഈസ് എ പുവർലി ദ ഫോർമൽ ഇൻ നാച്ചർ. പ്രകൃതിയുമായിട്ട് ഉള്ള ഒരു പ്രകൃതിയുമായിട്ടുള്ള കാര്യമാണ് എന്തോന്ന് സിംബോളിക് ലോജിക്കിൽ പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ ലോജിക്കും ഉണ്ട്, സിംബോളിക് ലോജിക്കും ഉണ്ട് അല്ലേ? പാരമ്പര്യമായിട്ട് വരുന്നതുകൊണ്ട് ആധുനികമായിട്ട് വരുന്ന പാരമ്പര്യമായിട്ടുള്ള ലോജിക് ശാസ്ത്രമുണ്ട്. അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള ലോജിക് ശാസ്ത്രവുമുണ്ട്. ട്രഡീഷണൽ ലോജിക് എന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടൽ ലോജിക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ചിഹ്നങ്ങൾക്ക് ഒന്നും പ്രാധാന്യം നൽകുന്നില്ല. എന്നാൽ സിംബോളിക് ലോജിക്കിലാണെങ്കിൽ കൂടുതലും ചിഹ്നങ്ങൾക്കാണ് പ്രാധാന്യം. ആധുനിക തർക്കശാസ്ത്രം എന്താണ്? ചിഹ്നങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻസ് ഫോം ഓഫ് ദ റീസണിങ് ആർഗ്യുമെൻറ്റ്സ്? 2 റീസണിങ് ആർഗ്യുമെൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഏതൊക്കെയാണ്? അത് ഒന്ന് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ഫോംസ് ഓഫ് മെത്തേഡുകളാണ്. ഡിഡക്റ്റീവ് മെത്തേഡുമാണ്, ഇൻഡക്റ്റീവ് ഫോംസ് ഓഫ് മെത്തേഡുമാണ്. അടുത്തത് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്? ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സിൻ്റെ ആ വാദത്തിൻ്റെ പ്രോസസ്സ് എന്താണ്? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഫോംസ് ഓഫ് റീസണിങ് ആർഗ്യുമെൻറ്റ്സ്? ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് റീസണിങ് ആർഗ്യുമെൻറ്റ്സുകൾ. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ഫോംസ് ഓഫ് മെത്തേഡാണ്. ഡിഡക്റ്റീവും ഇൻഡക്റ്റീവുമാണ് 2 റീസണിങ് മെത്തേഡുകൾ. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ്? ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സിൻ്റെ പ്രോസസ്സ് എന്താണ്? അതെ, ഡ്രോയിങ് കൺക്ലൂഷൻ ഫ്രം ഒബ്സർവ്ഡ് ഇൻസ്റ്റൻസ് ദാറ്റ് സപ്പോർട്ട് ദ ഇൻ്റർഫറൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ. സോക്രട്ടീസ് എ ഹ്യൂമൻ ബീയിങ്, ദെയർ ഫോർ സോക്രട്ടീസ്. അപ്പോൾ എല്ലാ മനുഷ്യരും മരിക്കും. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. ദെയർ ഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് ട്രൂ ഓർ ഫോൾസ്. ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സിന് ഉദാഹരണമാണോ എന്നുള്ളതാണ്. അപ്പം ആൻസർ എന്താണ്? ഇത് ഫാൾസ് ആണ്. ഇത് ഡിഡക്റ്റീവ് ആണ് അല്ലേ? റോയ് ഈസ് എ ഹ്യൂമൻ ആൻഡ് മോർട്ടൽ. മുഹമ്മദ് ഈസ് എ ഹ്യൂമൻ ആൻഡ് മോർട്ടൽ. രാജ ഈസ് എ ഹ്യൂമൻ ആൻഡ് മോർട്ടൽ. ദെയർ ഫോർ ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡക്റ്റീവ് റീസണിങ് ആർഗ്യുമെൻറ്റ് ട്രൂ ഓർ ഫാൾസോ. അപ്പോൾ റോയി മരിക്കും, മുഹമ്മദ് മരിക്കും, രാജ മരിക്കും, ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരും മരിക്കും. ദെയർ ആൾ ദ എല്ലാ മനുഷ്യരും മരിക്കും. ഇത് ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ആർഗ്യുമെൻ്റ് ആണോ? ട്രൂ ഓർ ഫാൾസ്? ശരിയാണ്, ട്രൂ ആണ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. Deduction or induction with method of argument start with the general principle. General principle എന്താണ്? ഡിഡക്ഷൻ ആണ്. Where does the induction start? എവിടെയാണ് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? Where does the induction start from എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫാക്ട്സിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. In a correct deductive inference, if the premise are true, the conclusion necessarily follow with certainly true or false. ഇത് ട്രൂ ഓർ ഫാൾസോ ആണോ? ഇത് ശരിയാണ്. അടുത്ത 8ാമത്തെ. ഇൻ എ ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ഈവൻ ആൾ ഓഫ് ഇറ്റ്സ് പ്രിമിസ് ആർ ട്രൂ. ദ കൺക്ലൂഷൻ ഈസ് റീച്ച്ഡ് വിത്ത് പ്രോബബിലിറ്റി
എന്ന് പറയുന്നത് ട്രൂ ആണോ ഫാൾസോ ആണോ എന്നാണ്. അത് ട്രൂ ആണ്. വാട്ട് ഈസ് ദ എയിം ഓഫ് ദി ഇൻഡക്ഷൻ? അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. അതെന്താണ്? മെറ്റീരിയൽ ട്രൂത്ത് ആണ് എന്നു പറയുന്നത് ഇൻഡക്ഷൻ്റെ എയിം എന്ന് പറയുന്നത്. സോറി, ഒരു ക്വസ്റ്റ്യൻ. വൈ ഡു വി കൺസിഡർ ദ ഡിഡക്റ്റീവ് ആസ് എ ഫോർമൽ ലോജിക്? എന്തുകൊണ്ടാണ് ഇതിന് ഫോർമൽ ലോജിക് എന്ന ഡിഡക്ഷനെ അതിനെ നിർണ്ണയിക്കുന്നത്? ബിക്കോസ് ഡിഡക്ഷൻ ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ഫോംസ് ആൻഡ് ഫോർമൽ വാലിഡിറ്റി. അവിടെ ഫോംസ് ആൻഡ് ഫോർമൽ വാലിഡിറ്റി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. കാരണം ഡിഡക്ഷൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ഫോർമൽ വാലിഡിറ്റിക്കാണ്. വാട്ട് ആർ ദ 4 ടൈപ്സ് ഓഫ് ബേസിക് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻസ്? 4 ടൈപ്പ് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഫ്രിമേറ്റീവ് എന്ന് വെച്ചാൽ എ പ്രിപ്പോസിഷൻ ആൾ ഓഫ് എസ് ഈസ് പി, എല്ലാ എസ്സുകളും പി ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് യൂണിവേഴ്സൽ നെഗേറ്റീവ്. ഈ പ്രിപ്പോസിഷനാണ് അതിൽ വരുന്നത്. അതെന്ന് വെച്ചാൽ എല്ലാ എസ്സുകളും പി അല്ല, നോ എസ് ഈസ് പി. അടുത്ത മൂന്നാമത്തേൽ പർട്ടിക്കുലർ അഫ്രമേറ്റീവ് ആണ് വരുന്നത്. അത് ഐ പ്രിപ്പോസിഷനാണ്. എന്ന് വെച്ചാൽ സം എസ് ഈസ് പി, കുറച്ച് എസ്സുകൾ പി ആണ്. പിന്നെ പർട്ടിക്കുലർ നെഗറ്റീവ് ഓ പ്രിപ്പോസിഷൻ എന്നാണ് പറയുന്നത് അതിനെ. എന്ന് വെച്ചാൽ സം എസ് ഈസ് നോട്ട് പി, കുറച്ച് എസ്സും പി അല്ല എന്നാണ്. കുറച്ച് എസ്സുകൾ പി അല്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.